കിനാവുകൾ എന്ന കഥ അഴകിയ രാവണനിൽ ശ്രീനിയേട്ടൻ പറയുന്നൊരു കഥയാണ്. അപ്പോൾ അതിൽ അംബുജാക്ഷൻ എന്ന ശ്രീനിയേട്ടൻ്റെ കഥാപാത്രം ഒരു വളരെ ആരും കേട്ടാൽ എന്താ പറയുക, ചിരിച്ച് തള്ളുകയോ അല്ലെങ്കിൽ ഓടിച്ചിട്ടടിക്കുകയോ ചെയ്യുന്നൊരു കഥയാണ്. അപ്പോൾ അത് സിനിമയാക്കുമ്പോൾ അതെങ്ങനെ സിനിമയാക്കും എന്നുള്ളൊരു സംശയം പലർക്കും തോന്നാം. പ്രത്യേകിച്ച് അതിൻ്റെ കഥാപാത്രം എന്ന് പറയുന്നത് ഇത് 2 കഥാപാത്രങ്ങളാണ് ഇതിൽ ഞാൻ ചെയ്യുന്നത്. തയ്യൽക്കാരൻ്റെ കഥാപാത്രം, ഒരു UK കാരൻ അല്ലെങ്കിൽ NRI കാരൻ്റെ ക്യാരക്ടറും. അപ്പോൾ ഇതിൽ തയ്യൽക്കാരൻ്റെ കഥാപാത്രം എന്ന് പറയുന്നത് അംബുജാക്ഷൻ എന്ന കഥാപാത്രത്തിൻ്റെ ആ കഥാപാത്രത്തിൻ്റെ തന്നെ പ്രതിബിംബമാണ്. അതായത് എങ്ങനെ ഒരു നായകൻ ആവണം എന്നുള്ളത് ശ്രീനിയേട്ടൻ മനസ്സിൽ കരുതുന്ന കഥാപാത്രമായിട്ടാണ് തയ്യൽക്കാരൻ വരുന്നത്. അപ്പോൾ അംബുജാക്ഷൻ എന്ന ശ്രീനിവാസൻ്റെ ജീവിതത്തിൻ്റെ ഒരു വില്ലനായിട്ടാണ് ഇതിൽ NRI കാരൻ UK കാരൻ വരുന്നത്. ഇപ്പോൾ ഞാൻ പറയുമ്പോൾ തന്നെ പലർക്കും കൺഫ്യൂഷൻ തോന്നാം. പക്ഷേ ആ ചിറകുടഞ്ഞ കിനാവുകൾ എന്ന ആ കഥ അഴകിയ രാവണനിൽ പറയുമ്പോൾ ആൾക്കാർ ഒരുപാട് എൻജോയ് ചെയ്ത ഒരു കഥയാണ്. കാരണം ഒരുപാട് പിന്നീട് സിനിമ റിലീസായി അതിനുശേഷം ഇത്രയും വർഷങ്ങളായി. പക്ഷേ ഇപ്പോഴും ചിറകുടഞ്ഞ കിനാവുകൾ എന്ന അന്ന് പറഞ്ഞ കഥ ഇപ്പോഴും ആൾക്കാരുടെ മനസ്സിലുണ്ട്. കാരണം ഒരുപാട് ചാനലുകളിൽ പല കോമഡി പ്രോഗ്രാമുകളിലൊക്കെ അത് ടെലികാസ്റ്റ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ ഇതെങ്ങനെ ഒരു ഒരു ത്രൂ ഔട്ട് ഒരു ഫുൾ ലെങ്ത് പടമായിട്ട് അവതരിപ്പിക്കാൻ പറ്റുമെന്നുള്ള സംശയം പലർക്കും തോന്നാം. കഥ പറയുമ്പോൾ എനിക്കും തോന്നിയിട്ടുണ്ട് കഥ കേൾക്കുന്ന സമയത്ത്. അപ്പോൾ അതിന് ഇതിൻ്റെ സംവിധായകനും തിരക്കഥാകൃത്തും കണ്ടെത്തിയ ഒരു വേദി എന്ന് പറയുന്നത് ഒരു സ്പൂഫ് ലൈനിൽ, അതായത് മലയാള സിനിമയിൽ ഇന്ന് വരെ കണ്ടുവന്നിട്ടുള്ള പല സിനിമകളുടെ ക്ലീഷേകളായിട്ടുള്ള പല ഇൻസിഡൻസ് വളരെ ഫണ്ണി ആയിട്ട് കോർത്തിണക്കി ഈ കഥയിൽ ഇൻക്ലൂഡ് ചെയ്യിച്ചിട്ട് ഒരു ഫുൾ ലെങ്ത് കഥയാക്കുക. അപ്പോൾ അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി, വളരെ രസകരമായിട്ട് തോന്നി. എനിക്കൊന്ന് തിയേറ്ററിൽ വന്ന ആൾക്കാർ ഇരുന്ന് കാണുമ്പോൾ അവർക്ക് പണ്ട് കണ്ട സിനിമകളിൽ അല്ലെങ്കിൽ ഈ അടുത്ത് കണ്ട സിനിമകളിൽ തന്നെ പല രസകരമായിട്ടുള്ള ഇൻസിഡൻസും ഇതിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു ഫൺ തന്നെയാണ് ചിറകുടഞ്ഞ കിനാവുകൾ എന്ന ഇപ്പോഴത്തെ ഈ സിനിമയെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ആക്കുന്ന ഒരു ഘടകം. പലപ്പോഴും സിനിമ കണ്ടിട്ട് പോയ പല പ്രേക്ഷകരും എന്നെ വിളിച്ച് പറഞ്ഞൊരു കാര്യം, സിനിമ കണ്ട് ചിരിക്കുന്നതിനേക്കാൾ കൂടുതൽ വീണ്ടും സിനിമ കണ്ടിട്ട് പുറത്തിറങ്ങി വീട്ടിലെത്തിയിട്ട് ഇത് ചിന്തിച്ചിട്ടാണ് ആൾക്കാർക്ക് കൂടുതൽ ചിരിക്കാനായിട്ട് തോന്നുന്നത്. കാരണം പല കാര്യങ്ങൾ ചിലപ്പോൾ കാണുന്ന സമയത്ത് മിസ്സായി പോകുന്ന പല ക്ലീശകളും ഉണ്ടാകും. അത് പിന്നീട് നമ്മൾ ആ ഒരു ഫോർമാറ്റ് ഇരുന്ന് ആലോചിക്കുമ്പോൾ ചിലപ്പോൾ അയ്യോ അത് അങ്ങനെ ആയിരുന്നല്ലോ എന്ന് ഓർത്ത് വീട്ടിലിരുന്ന് വീണ്ടും ഇത് ഓർത്ത് ചിരിച്ച ഒരുപാട് പ്രേക്ഷകർ നേരിട്ട് എൻ്റെ അടുത്ത് ഇവരുടെ ഈ ഒരു അനുഭവം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് തന്നെ ആയിരിക്കാം ചിറകുടഞ്ഞ കിനാവുകളെ ഇൻട്രസ്റ്റിംഗ് ആക്കുന്ന മറ്റൊരു പ്രധാന കാര്യം. ശരിക്കും ഇതിൽ തയ്യൽക്കാരൻ്റെ കാമുകയാണ് സുമതിയുടെ അച്ഛനാണ് വിറകുവെട്ടുകാരൻ. അപ്പോൾ വിറകുവെട്ടുകാരന് ഒരിക്കലും സുമതിയെ തയ്യൽക്കാരനെ കൊണ്ട് കെട്ടിക്കണമെന്ന് ആഗ്രഹമില്ല. അപ്പോൾ അതിന് ഒരു ഗൾഫുകാരനെ കൊണ്ട് കെട്ടിക്കണമെന്നാണ് ആഗ്രഹം. ഇതിൽ ഗൾഫുകാരനെ കൊണ്ടുവരുമ്പോൾ ഇതിൽ അംബുജാക്ഷൻ കഥ പറയുകയാണ് ഒരു സംവിധായകനോട്. സംവിധായകൻ പറയും, നമുക്ക് ഗൾഫുകാരൻ വേണ്ട, നമുക്കൊരു ന്യൂ ജനറേഷൻ ഒരു പയ്യനെ ആക്കാം. അപ്പോൾ അങ്ങനെ ഗൾഫുകാരനെ തിരിച്ചു വിട്ടിട്ട് നമ്മളൊരു UK കാരൻ, UK യിൽ നിന്നും വരുന്ന ഒരു NRI കാരനെ ആക്കുകയാണ്. അപ്പോൾ അതൊരു ഇപ്പോഴത്തെ ഒരു ട്രെൻഡി ആയിട്ടുള്ള ഔട്ട്ലുക്കും അപ്രോച്ചും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ന്യൂ ജനറേഷൻ ഒരു ആളായിട്ടാണ് പിന്നീട് ഈ NRI കാരൻ വരുന്നത്. അപ്പോൾ ഈ തയ്യൽക്കാരൻ എന്ന് പറയുന്ന വ്യക്തി കുറച്ച് ചിലപ്പോൾ നമുക്ക് കണ്ടുപരിചയപ്പെട്ടിട്ടുള്ള വളരെ ക്ലീശയായിട്ടുള്ള ഒരു പ്രൈം മിനിസ്റ്റർ അല്ലെങ്കിൽ സത്യൻ മാഷ് എന്ന രീതിയിൽ ആ ഒരു കാലഘട്ടത്തെ അനുസ്മരിപ്പിക്കുന്ന ഒരു വേഷവിധാനവും കാര്യങ്ങളൊക്കെയാണ്. തയ്യൽക്കാരൻ ഒരു പഴുതാര മീശയും കാര്യങ്ങളൊക്കെ വെച്ച് വളരെ കളർഫുള്ളായിട്ടുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉള്ള ഒരാളാണ്. ഈ NRI കാരൻ അല്ലെങ്കിൽ UK കാരൻ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഏറ്റവും ട്രെൻഡി ആയിട്ടുള്ള മോഡേൺ ഡ്രസ്സും അപ്രോച്ചും ഔട്ട്ലുക്കും ഹെപ്പായിട്ട് നടക്കുന്നൊരു കക്ഷിയാണ്. ഇയാളാണ് ഇതിലെ വില്ലൻ എന്ന് പറയുന്ന കഥാപാത്രം. അപ്പോൾ ഈ 2 ക്യാരക്ടേഴ്സും തമ്മിലുള്ള ഒരു ടഗും അതിൽ നമ്മൾ പല സിനിമകൾ കണ്ടിട്ടുള്ള ഇപ്പോഴത്തെ സിനിമ ഇപ്പോൾ ഇറങ്ങുന്ന റീസെൻ്റ് ആയിട്ടുള്ള സിനിമകളിലുള്ള തന്നെ വളരെ ക്ലീഷേ ആയിട്ടുള്ള ഡയലോഗുകൾ വരെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഈവൻ എന്താ പറയുക, റിമയുടെ ഭർത്താവായ ആഷിഖ് കപൂറിനെ വരെ ഇതിൽ കളിയാക്കിയിട്ടുണ്ട് റിമയുടെ മുമ്പ് വെച്ച് തന്നെ. അപ്പോൾ അങ്ങനത്തെ ലെവലിലുള്ളൊരു ഫണ്ണാണ് അല്ലെങ്കിൽ ഒരു സറ്റയറാണ്, സ്പൂഫാണ് ഈ സിനിമയിലുള്ളത്. അത് ആൾക്കാർ എൻജോയ് ചെയ്യുന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് കിട്ടുന്ന റിപ്പോർട്ട്സ്.
ഇതിൽ നായകൻ എന്ന് പറയുന്നത് വളരെ എന്താ പറയുക, സുമുഖനാണ്, സുന്ദരനാണ്, ഏറ്റവും നല്ല സ്വഭാവവിശേഷങ്ങളുള്ള വ്യക്തിയാണ്. ഇപ്പോൾ തയ്യൽക്കാരനാണ് ഇതിൽ നായകൻ എന്ന കഥാപാത്രം ചെയ്യുന്നത്. പക്ഷേ ഇതിൻ്റെ വളരെ കോൺട്രറി ആയിട്ടുള്ള, കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറൈസേഷനാണ് അതിൽ വില്ലൻ ക്യാരക്ടറിന്, NRI കാരൻ. അപ്പം നായകൻ ശരിക്കും ഒരു നന്മയുടെ പ്രതിരൂപമാണ്, വില്ലൻ തിന്മയുടെയും. ഇപ്പം തിന്മയ്ക്ക് അതുകൊണ്ട് നമ്മൾ കുറച്ച് കറുപ്പ് നിറം കൂടുതൽ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ NRI കാരൻ കുറച്ചൊരു കറുത്ത നിറമുള്ള ഒരു വില്ലനായിട്ട് അങ്ങനെ വരുന്നത്. പിന്നെ ഈ രണ്ട് കഥാപാത്രങ്ങളും എല്ലാ അർത്ഥത്തിലും വൈരുദ്ധ്യമുള്ള ആൾക്കാരാണ്. ഇപ്പം NRI കാരൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ പുള്ളി കുറച്ചുകൂടെ മോഡേൺ ആണ്. പുള്ളിക്ക് അങ്ങനെ വാല്യൂസിന് വലിയ ഇമ്പോർട്ടൻസും കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ തയ്യൽക്കാരൻ ഇതിന് നേരെ ഓപ്പോസിറ്റാണ്. കുറച്ച് നാട്ടിൻപുറത്തുകാരനാണ്, മൂല്യങ്ങൾക്ക് കൂടുതൽ വില കൽപ്പിക്കുന്ന വ്യക്തിയാണ്. പിന്നെ എല്ലാ തരയുടെ സ്വഭാവങ്ങളും NRI കാരനുണ്ട്. അപ്പോൾ ഇങ്ങനെ എല്ലാ തരത്തിലും, സ്വഭാവത്തിലും രൂപത്തിലും സംഭാഷണ ശൈലിയിലും ബോഡി ലാംഗ്വേജിലും എല്ലാം ആ ഒരു കോൺട്രാസ്റ്റ് കീപ്പപ്പ് ചെയ്യാൻ വേണ്ടി മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ സ്ക്രിപ്റ്റിങ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഞാൻ വളരെ എൻജോയ് ചെയ്താണ് ഇതിൻ്റെ സ്ക്രിപ്റ്റ് ആസ്വദിച്ചത്. അവർ പറയുമ്പോൾ ഞാൻ കേട്ടുകൊണ്ടിരുന്ന് ആസ്വദിച്ചത്. അപ്പോൾ അതിൽ ഇവർ തന്നെയാണ് സജസ്റ്റ് ചെയ്തത് ഇതിൻ്റെ NRI ക്യാരക്ടർ അല്ലെങ്കിൽ മറ്റേ ഓപ്പോസിറ്റ് ക്യാരക്ടർ ഞാൻ തന്നെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത്. കഥ കേൾക്കുന്ന സമയത്ത് ഞാൻ ആ തയ്യൽക്കാരനെയാണ് എൻ്റെ മനസ്സിൽ കണ്ടത്. ഇങ്ങനത്തെ ഒരു സജഷൻ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അപ്പം ഇവർ ഈ മറ്റേ റോളും ഞാൻ തന്നെ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അത് പെട്ടെന്ന് വന്നൊരു ഷോക്ക് പോലെയായിരുന്നു എനിക്ക്. പക്ഷേ അവർക്ക് വിശ്വാസമായിരുന്നു എന്നെ കൊണ്ട് ചെയ്യിക്കാൻ സാധിക്കുമെന്നുള്ളത്. അപ്പോൾ അതിനുപരി അവർ ഡിഡ് ദെയർ ഹോംവർക്ക്. എങ്ങനെ എന്നെ മാറ്റണം, രൂപമാറ്റം വരുത്തണം എന്നുള്ളതിനെപ്പറ്റി അവർക്ക് വ്യക്തമായ കാഴ്ചപ്പാടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് എൻ്റെ ജോലി എളുപ്പമാക്കി. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് NRI കാരൻ്റെ ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഈ സിനിമയിൽ കാണുന്ന മറ്റ് പല ചേഞ്ച് ഓവറുകളും ചെയ്യുമ്പോൾ പോലും അതൊരിക്കലും ഒരു ഫാൻസി ഡ്രസ് പാറ്റേൺ പോലെ ഫീൽ ചെയ്യാതെ വളരെ നാച്ചുറലായിട്ട് നമുക്ക് തോന്നാൻ സാധിച്ചത്. പ്രത്യേകിച്ച് ഇതിൻ്റെ മേക്കപ്പ് ശ്രീജിത്ത് ഗുരുവായൂരാണ് ചെയ്തത്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും നല്ല വർക്കുകളിലൊന്നാണ്. ഫുൾ ത്രൂ ഔട്ട് സിനിമയിൽ അദ്ദേഹം കൂടെ ഉണ്ടായിരുന്നു. എല്ലാ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾക്കും ചേഞ്ചസ് വരുത്തുന്നതിലും എല്ലാം പുള്ളി വളരെ അപ്ഡേറ്റ് ചെയ്ത് എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു. അപ്പം ഞങ്ങൾ നല്ല സിങ്കുമാണ്. അപ്പോൾ അതുകൊണ്ട് അതും കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമാക്കി. അപ്പോൾ ഒരിക്കലും ഈ മേക്ക് ഓവറുകൾ കഥാപാത്രത്തിൽ നിന്ന് മാറി അല്ലെങ്കിൽ ഒരു എറിച്ച് നിൽക്കുന്ന ഇത് ഫാൻസി ഡ്രസ്സാണ് എന്ന് ആൾക്കാർ പറയാത്ത രീതിയിൽ കുറച്ചുകൂടെ നാച്ചുറലായിട്ട് ജെന്യുവനായിട്ട് ഫീൽ ചെയ്യിക്കാനായിട്ട് ഇതിൻ്റെ മേക്കപ്പും അതേപോലെ തന്നെ ക്യാരക്ടറൈസേഷനും ഇതിന് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ശരിക്കും കുറേ വർഷങ്ങൾക്ക് ശേഷം അംബുജാക്ഷൻ എന്ന തയ്യൽക്കാരൻ, നോവലിസ്റ്റും കൂടിയാണ് NP അംബുജാക്ഷൻ, അദ്ദേഹത്തിൻ്റെ ചിറകൊടിഞ്ഞ കിനാവുകൾ സിനിമയാക്കാൻ വേണ്ടിയിട്ട് ഒരു സംവിധായകൻ്റെ അടുത്ത് കഥ പറയാൻ വരികയാണ്. അപ്പോൾ ആ കഥ സിനിമയുടെ രൂപത്തിൽ പറയണം എന്ന് ഇതിൻ്റെ പ്രൊഡ്യൂസർ അവകാശപ്പെടുകയാണ്. അപ്പോൾ അതാണ് ശരിക്കും സിനിമയായിട്ട് നമ്മൾ കാണിക്കുന്നത്. ഈ ചിറകൊടിഞ്ഞ കിനാവുകൾ എന്ന കഥ ഒരു സിനിമയായാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് ആ അംബുജാക്ഷൻ്റെ കാഴ്ചപ്പാടിലൂടെ കാണിക്കുകയാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ശ്രീനിവാസൻ്റെ ക്യാരക്ടർ പറഞ്ഞു പോകുന്നുണ്ട്, സിനിമയിൽ വരുന്നുമുണ്ട്. ആ ഓരോ കഥാപാത്രങ്ങൾ വരുമ്പോൾ അവരെന്തിനു വരുന്നു, എന്ത് ചെയ്യണം, എന്ത് ചെയ്യുന്നു എന്നതൊക്കെ. പക്ഷെ ഇതെല്ലാം വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ വെറുതെ വന്ന് പടം കണ്ട് ചിരിച്ചിട്ട് പോവുക എന്നതിനേക്കാൾ ഉപരി നമ്മൾ ചിലപ്പോൾ കുറച്ചുകൂടെ ഇത് ആസ്വദിക്കുക, ഇത് നമ്മൾ പടം കണ്ടു കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ട് ചിന്തിക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ വിട്ടുപോയ ചെറിയ ക്യൂട്ടായിട്ടുള്ള ഇൻസിഡൻസ് ഉണ്ടാവും. നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന പല സിനിമകളിൽ നമ്മൾ വിട്ടുപോയ ക്ലീഷകളായിട്ടുള്ള രസകരമായിട്ടുള്ള ഇൻസിഡൻസ് ഉണ്ടാവും. അപ്പോൾ എനിക്ക് തോന്നുന്നത് ചിറകൊടിഞ്ഞ കിനാവുകൾ എന്ന സിനിമ തിയേറ്ററിൽ നിന്ന് കണ്ട് ഇറങ്ങിപ്പോകുമ്പോൾ കാണുന്ന അവസരത്തിലും അതിനുശേഷം വീട്ടിൽ ചെന്നിരുന്ന് നമ്മൾ വീണ്ടും ചിന്തിക്കുമ്പോഴും കൂടുതൽ എൻജോയ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇത് ഹ്യൂമറാണ് ഇതിൻ്റെ ഒരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. ഹ്യൂമറിൽ ഇതുവരെ മലയാള സിനിമയിൽ കാണാത്ത ഒരു സ്പൂഫ് ലൈനുള്ള ഒരു അവതരണ ശൈലിയും മലയാളത്തിലെ സിനിമകളിൽ ഇതുവരെ വന്നിട്ടുള്ള സിനിമകളിലെ ക്ലീഷകളെ കളിയാക്കിക്കൊണ്ടുള്ള ഒരു എക്സ്പെരിമെൻ്റൽ പാറ്റേണും ഇതിലുണ്ട്. ഒരു പരീക്ഷണ ചിത്രം തന്നെയാണിത്. പക്ഷേ ആൾക്കാരെ രസിപ്പിക്കുക, എൻ്റർടൈൻ ചെയ്യുക എന്നതും ആൾക്കാരെ ചിരിപ്പിക്കുക എന്നുള്ള ഒരു ആംഗിളും കൂടെ ഈ സിനിമയ്ക്കുണ്ട്. അപ്പോൾ അത് നല്ല സിനിമയെ സ്നേഹിക്കുന്ന പ്രേക്ഷകർക്ക് ഇത് കൂടുതൽ എൻജോയ് ചെയ്യാൻ പറ്റുമെന്നതിനാണ് എൻ്റെ വിശ്വാസം. ആ രീതിയിൽ നോക്കുമ്പോൾ ഹ്യൂമറിൻ്റെ ഒരു പ്ലാറ്റ്ഫോമിലും ഒരു സറ്റയറും ഒരു സ്പൂഫും എന്നതിനോടൊപ്പം തന്നെ മലയാള സിനിമയിലെ ക്ലീഷകളെ കളിയാക്കുന്ന തരത്തിലുള്ളൊരു അവതരണ രീതിയും നല്ല ഗാനങ്ങളും പിക്ചറൈസേഷനും ഇതെല്ലാം എടുത്തു പറയേണ്ട കാര്യങ്ങളാണ്. ഇതിൻ്റെ RR മ്യൂസിക്കും ഒക്കെ വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുള്ളതാണ്. അതെല്ലാം ഒരു പരീക്ഷണ അടിസ്ഥാനത്തിലുള്ള
കാര്യങ്ങളും ഇതിലുണ്ട്. അപ്പം അതെല്ലാം വെച്ച് നോക്കുമ്പോൾ ഒരു ചേഞ്ച് എന്തായാലും ഈ സിനിമ പ്രേക്ഷകർക്ക് കൊടുക്കാനായിട്ട് സാധിക്കുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ഒരു നല്ല രീതിയിലുള്ള ചേഞ്ച് തന്നെ ആവും. അത് ആൾക്കാരെ എൻ്റർടൈൻ ചെയ്യിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഇത് എനിക്ക് തോന്നുന്നത് പതുക്കെ പിടിച്ചു വരേണ്ട ഒരു സിനിമയാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് എൻ്റെ സിനിമകളെ വളരെ ക്രിട്ടിക്കലായിട്ട് അപ്രോച്ച് ചെയ്യുന്ന ഒരു വ്യക്തി. ഒരിക്കലും എന്നെ സുഖിപ്പിച്ച് പറയാറില്ല. ഉള്ളത് തന്നെ പച്ചയ്ക്ക് പറയും. മോശമാണെങ്കിൽ മോശമാണെന്ന് എൻ്റെ മുഖത്തേക്ക് പറയുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന് ഈ സിനിമ വീണ്ടും കാണാനായിട്ട് ആഗ്രഹമുണ്ട്. കാരണം പല കാര്യങ്ങളും തിയേറ്ററിൽ നിന്നും ഇറങ്ങി വീട്ടിലെത്തി ചിന്തിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ഫണ്ണ് വീണ്ടും എൻജോയ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അത് ഒന്നും കൂടെ കാണാനായിട്ട് അദ്ദേഹത്തിന് വീണ്ടും സിനിമ കാണാൻ ആഗ്രഹമുണ്ട്. അപ്പോൾ ആ ഒരു ആംഗിളും കൂടെ ഈ സിനിമയ്ക്ക് അവകാശപ്പെടാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സിനിമ തിയേറ്ററിൽ ഇരുന്ന് കാണുമ്പോൾ ഉള്ളൊരു ചിരി മാത്രമല്ല സിനിമയ്ക്കുള്ളത്. വീട്ടിൽ ചെന്നിട്ട് ചിന്തിച്ചിട്ട് ചിരിച്ചിട്ട് വീണ്ടും ചിലപ്പോൾ തിയേറ്ററിൽ വന്ന് കണ്ട് ആസ്വദിക്കാവുന്ന ഒരു സാഹചര്യം കൂടെ ഒരു കാര്യം കൂടെ ഈ സിനിമയ്ക്കുണ്ട്. അപ്പോൾ അത് തന്നെ ആയിരിക്കണം ഇതിൻ്റെ ഒരു ഹൈ പോയിൻറ്റ്. ഇല്ല, ഇവർക്ക് വ്യക്തമായ കാഴ്ചപ്പാടുകളുണ്ടായിരുന്നു ഈ സിനിമ എങ്ങനെ വേണം, എങ്ങനെ ആവണം, എന്താണ് ഈ സിനിമ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതിനെ പറ്റിയൊക്കെ. സന്തോഷ് വിശ്വനാഥൻ എന്ന സംവിധായകൻ ഒരുപാട് വർഷങ്ങളോളം സിനിമയിലും സീരിയലിലും വർക്ക് ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. പ്രവീൺ എന്ന തിരക്കഥാകൃത്ത് ഒരു പ്രമുഖ FM ചാനലിലെ ക്രിയേറ്റീവ് ഹെഡാണ്. അപ്പം പ്രവീൺ വന്ന കഥ നറേറ്റ് ചെയ്യുമ്പോൾ സ്ക്രിപ്റ്റ് പറയുമ്പോൾ വളരെ സീരിയസ് ആയിട്ടാണ് പുള്ളി പറയുന്നത്. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇത്രയും സീരിയസ് ആയിട്ട് ഇത്രയും ഫണ്ണി ആയിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെ പറയാൻ സാധിക്കും എന്നുള്ളത്. കാരണം ഞാൻ ഇത് കേട്ടിട്ട് ഓരോ ചില ഇൻസിഡൻസ് അദ്ദേഹം വളരെ സീരിയസ് ആയിട്ട് പറയുമ്പോൾ പൊട്ടിച്ചിരിച്ചിട്ടുണ്ട്. പക്ഷെ അപ്പോഴും പുള്ളി ഗൗരവമായിട്ട് തന്നെ അങ്ങനെ ഇരിക്കും. സന്തോഷ് വളരെ സോഫ്റ്റ് സ്പോക്കണാണ്, വളരെ പാവത്താനായിട്ട് നമുക്ക് തോന്നും. പക്ഷേ സിനിമയുടെ ഒരു എന്താ പറയുക കംപ്ലീഷന് വേണ്ടിയിട്ട് അതിൻ്റെ ഒരു 100% ഔട്ട്പുട്ടിന് വേണ്ടിയിട്ട് നമ്മളെ ഏത് എക്സ്ട്രീം വരെ പുഷ് ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കും. ചിരിച്ചുകൊണ്ട് തന്നെ നമ്മളെ കൊണ്ട് ഏറ്റവും ടഫായിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം ചെയ്യിച്ച് എടുപ്പിക്കും. പിന്നെ അത് ഓക്കെ ആണെങ്കിൽ മാത്രമേ പുള്ളി പൂർണ്ണമായിട്ടും തൃപ്തനാവുകയുള്ളൂ. അതുവരെ നമ്മളെ കൊണ്ട് കാര്യങ്ങൾ ചെയ്യിച്ചുകൊണ്ടിരിക്കും. പുള്ളി അതിനുവേണ്ടി എത്ര ടൈം വേണമെങ്കിലും തരാനും ക്ഷമിച്ചിരിക്കാനും തയ്യാറാണ്. ഇതിൽ ചെറുകുടഞ്ഞ കിനാവുകളിൽ നമ്മൾ ക്യാരക്ടർ ചെയ്യുമ്പോൾ അതിൽ നേരത്തെ പറഞ്ഞ ഫൺ ഫിലിമാണ്. ഔട്ട് ആൻഡ് ഔട്ട് അല്ലെങ്കിൽ അൾട്ടിമേറ്റ് ഇതൊരു ഫൺ ഫിലിം തന്നെയാണ്. അപ്പം അതിൽ നമ്മൾ ഡീപ്പായിട്ട് ക്യാരക്ടേഴ്സിൻ്റെ അടിത്തട്ടിലേക്ക് പോകേണ്ട കാര്യങ്ങൾ വളരെ കുറവാണ്. നമ്മൾ അതിൻ്റെ ഒരു ഫൺ ആസ്പെക്റ്റ് തന്നെയാണ് പിടിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഈ ഗെറ്റപ്പ് ചേഞ്ചുകളും എല്ലാം ഇതിനൊരു കുറേ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ക്യാരക്ടറായി മാറുമ്പോൾ നമ്മൾക്ക് ആ ഒരു ഔട്ട്പുട്ട്, ആ ഒരു ഔട്ട്ലുക്ക് ശരിക്കും ഈ കഥാപാത്രങ്ങളുടെ ചേഞ്ച് ഓവറുകൾക്ക് വേണ്ടി ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്ക് ഞാൻ മധുരനാരങ്ങ ചെയ്തിട്ട് തിരിച്ച് വന്നപ്പോൾ പോലും ഈ മേക്കപ്പിൽ ഞാൻ വീണ്ടും വരുമ്പോൾ ഈ ചെറുകുടഞ്ഞ കിനാവുകളിലെ തയ്യൽക്കാരനും അല്ലെങ്കിൽ UK മാറുന്നതിൽ എനിക്ക് അങ്ങനെ വലിയ പ്രശ്നങ്ങൾ തോന്നിയിട്ടില്ല. റിമയുടെ കൂടെ ഞാൻ ഇതിനു മുമ്പ് സെവൻസിലാണ് അഭിനയിച്ചിട്ടുള്ളത്. അതിൽ പക്ഷേ റിമ ആസിഫിൻ്റെ പേരായിരുന്നു. ആദ്യമായിട്ടാണ് റിമ എൻ്റെ നായികയായിട്ട് അഭിനയിക്കുന്നത്. റിമ റിയൽ ലൈഫിലും പുള്ളിക്കാരി വളരെ ബോൾഡാണ്. വിവാഹത്തിന് ശേഷം ഇങ്ങനത്തെ ഒരു സിനിമയിൽ വരുമ്പോൾ, അതായത് ഒരു സ്പൂഫ് ഫിലിം, ഒരു എക്സ്പെരിമെൻ്റൽ ഫിലിമിൽ വരുമ്പോൾ ആ ഒരു ബോൾഡ്നെസ് തന്നെയാണ് അതിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുക. കാരണം ഷീ ഈസ് റെഡി ടു ടേക്ക് റിസ്ക് എടുക്കാൻ തയ്യാറാണ്. അതിനുവേണ്ടി ഫുൾ ഓണായിട്ട് ഇറങ്ങാനും പുള്ളിക്കാരി തയ്യാറാണ്. ഞാൻ ഒരുപാട് ടഫായിട്ടുള്ള സീക്വൻസുകളും സിറ്റുവേഷൻസും ഒക്കെ ഉണ്ടായിരുന്നു സിനിമയുടെ ഷൂട്ടിങ്ങിൻ്റെ അവസരങ്ങളെല്ലാം. കുറേ ലേറ്റ് നൈറ്റ് ഷൂട്ടിങ്സ് ഉണ്ടായിരുന്നു. അതിൽ തന്നെ കുറേ ഫൈറ്റ് സീക്വൻസുകൾ, റെയിനി സീക്വൻസുകൾ, ഇതിനിടയ്ക്ക് സോങ് എടുക്കുമ്പോൾ വള്ളത്തിൽ നിന്ന് വെള്ളത്തിൽ മുങ്ങിപ്പോയിട്ടുണ്ട്. പക്ഷെ അതെല്ലാം വളരെ ധൈര്യപൂർവ്വം ഫേസ് ചെയ്യുകയും അതിനോടൊപ്പം തന്നെ സിനിമയോടൊപ്പം തന്നെ നിൽക്കുകയും ചെയ്യുന്നൊരു വ്യക്തിയാണ് റിമ. 100% ഡെഡിക്കേഷൻ നമുക്ക് പുള്ളിക്കാരിൽ നിന്ന് പ്രതീക്ഷിക്കാം. പിന്നെ ഒരു സാധാരണ വെറുതെ വന്നൊരു നായിക കഥാപാത്രം ചെയ്തു പോകുന്നതിനേക്കാൾ ഉപരി അതിൽ ഇൻവോൾവായിട്ട് നായികയ്ക്ക് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടെങ്കിൽ മാത്രമേ റിമ ക്യാരക്ടർ അക്സെപ്റ്റ് ചെയ്യുന്നുള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ദാറ്റ് ഷോസ്. ഇപ്പം അതിൽ സുമതി 19 വയസ്സ് എന്ന കഥാപാത്രത്തിന് ഏറ്റവും ആപ്റ്റായിട്ടുള്ളത് റിമ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം മാറ്റങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നില്ലായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ മാറാനായിട്ട് ഞാനും തയ്യാറല്ലായിരുന്നെങ്കിൽ ഒരിക്കലും ഞാനിപ്പം സിനിമയിൽ നിൽക്കുന്ന ആളല്ല. അല്ലെങ്കിൽ സിനിമ എന്നെ അംഗീകരിക്കേണ്ട അവസ്ഥ ഇപ്പോൾ ഇല്ല ശരിക്കും പറഞ്ഞാൽ. അപ്പം ഞാൻ മാറ്റം ഉൾക്കൊള്ളാൻ തയ്യാറാവുകയും സിനിമയും മാറ്റത്തിനനുസരിച്ച്
മാറുകയും ചെയ്യുന്നതുകൊണ്ടാണ് ഇപ്പോഴും ഞാൻ സിനിമയിൽ നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പരീക്ഷണങ്ങളൊക്കെ ഞാൻ റെഡിയാണ്. പരീക്ഷണ ചിത്രങ്ങൾ ചിലപ്പോൾ വിജയിക്കാം, വിജയിക്കാതിരിക്കാം. അത് അൾട്ടിമേറ്റ്ലി ഓഡിയൻസിൻ്റെ കയ്യിലാണ്. പക്ഷേ ഓഡിയൻസും ചേഞ്ച് ചെയ്യുകയാണ് കാലഘട്ടത്തിനനുസരിച്ച്, ട്രെൻഡിനനുസരിച്ച്. പക്ഷേ മൂല്യങ്ങൾ അധികം കളയാതെ നല്ല സിനിമകൾ മാറ്റത്തിൻ്റെ പാതയിലൂടെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അത് എൻ്റർടൈൻ ചെയ്യും കൂടി ചെയ്യുകയാണെങ്കിൽ നല്ല മാറ്റമുള്ള നല്ല സിനിമകൾ തീർച്ചയായിട്ടും ഉണ്ടാകും, പ്രേക്ഷകരെ വിജയിപ്പിക്കുകയും ചെയ്യും. ഇത് മൂന്നും ഇതിലുണ്ട്. പക്ഷേ ഏറ്റവും ആത്യന്തികമായിട്ടുള്ളത് ഒരു നല്ല കഥ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ നല്ല കഥയ്ക്ക് വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത്. ദൈവം സഹായിച്ച നല്ല കഥ കിട്ടി എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായ കാര്യം. പക്ഷേ അത് ഒഫീഷ്യലായിട്ട് ഞാൻ പിന്നീട് അറിയിക്കുന്നതായിരിക്കും.